ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങൾ കടയിൽ വരെ അയ്യോ ഈ ഹെൽമെറ്റ് അപ്പടി പോയല്ലോ. ഈ ഹെൽമെറ്റ് അപ്പടി പോയല്ലോ. അപ്പോൾ ഇതേ ഗൈസ്, ഞങ്ങൾ എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ പൊൻകുന്നം വരെ പോകാൻ കേട്ടോ. ചേട്ടായിക്ക് ബയോഡേറ്റ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ബുക്കും, കുറച്ചല്ല കേട്ടോ, എനിക്കൊരു ബുക്കും പിന്നെ കുഞ്ഞാപ്പിക്ക് വളയും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. പിന്നെ ഇത് ആദ്യം ഞങ്ങൾ കയറിയത് ഒരു കടയിലോട്ട്, പൊൻകുന്നത്തുള്ളൊരു കടയിലോട്ട് കയറി പോവുകയാണ്. കഫേയിലാണ് കേട്ടോ പോകുന്നത്. പോയപ്പോഴത്തേനും അവിടെയാണെങ്കിൽ ആ ചേട്ടൻ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ എല്ലാം മെയിൽ ചെയ്തിട്ട് പോകാൻ പറഞ്ഞപ്പോഴത്തേനും ചേട്ടയ്ക്ക് കൂടെ ഇരുന്ന് കാണിച്ചു കൊടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇത് സ്റ്റാൻഡിന് പൊക്കത്തുള്ളൊരു കടയിലാണ് കേട്ടോ ആദ്യം ചെന്നത്. ഒരു 2-3 ഷോപ്പിൽ കയറി, കഫേയിൽ കയറി കേട്ടോ. പക്ഷെ അവിടെ ഒന്നും സെറ്റായില്ല. അവസാനം ഞങ്ങൾ വീണ്ടും പൊൻകുന്നത്ത് ഒരു കടയിൽ കയറി. ഒരു 2-3 കടയിലെങ്കിലും കയറി കേട്ടോ. എല്ലായിടത്തും പോയപ്പോഴും പറ്റിയില്ല. പിന്നെ ചെരുപ്പ് കടയിൽ കയറി. അപ്പോൾ ചേട്ടായിക്കാണെങ്കിൽ അവിടെ നിന്നൊന്നും ഈ ബയോഡേറ്റ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെരുപ്പൊന്നും മേടിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ. മനസ്സിൽ ബയോഡേറ്റ പ്രിപ്പയർ ചെയ്യുന്ന കാര്യം മാത്രമായിരുന്നു കേട്ടോ പുള്ളിയുടെ മനസ്സിൽ. അപ്പോഴത്തേനും ചെരുപ്പ് എന്നാൽ വേണ്ട, പിന്നെ എടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്ത് നോക്കിയെങ്കിലും എടുത്തൊന്നുമില്ല. പിന്നെ ഞാനൊരു ലേഡീസ് സ്റ്റോറിൽ കയറി. ഞാൻ ഈ ഒരു ബോട്ടിൽ മേടിച്ചു കേട്ടോ. ഈ ബോട്ടിലിന് 50 രൂപയുള്ളൂ. നമുക്ക് ചൂടും തണുപ്പും, ഇപ്പം ചൂട് വേണ്ടല്ലോ, ഇപ്പം നമ്മൾ പച്ചവെള്ളമല്ലേ കുടിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു ബോട്ടിലെടുത്തു. വേറൊരു ബോട്ടിലെടുക്കണം എന്ന് ഓർത്തായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇപ്പോൾ തൽക്കാലത്തേന് അത് മതിയല്ലോ എന്ന് ഓർത്തു. ഇനിയിപ്പോൾ കുഞ്ഞാപ്പിക്ക് ചെറിയൊരു പർച്ചേസിങ്ങിന് ഇറങ്ങണം. അപ്പോഴത്തേനും ഞാൻ ആ ഒരു ബോട്ടിലാണ് കേട്ടോ എടുത്തത്. ആ ഒരു ബോട്ടിലെടുത്ത് പിന്നെ ഞാൻ എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്, ഏതാണെന്നൊക്കെ നോക്കുന്നുണ്ട് ഓരോന്നൊക്കെ. കുറേ ബോട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുന്നുണ്ട് ഓരോന്നൊക്കെ ഏതാണെന്നൊക്കെ. അപ്പോൾ ഒരുപാട് ബോക്സുകളും ടിഫിൻ ബോക്സും ഞാനിങ്ങനെ ഓരോരോ ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ എടുത്തെടുത്ത് മാറി മാറി നോക്കുവാണ് കേട്ടോ. വാങ്ങാൻ ഇഷ്ടമില്ലെങ്കിലും ഇങ്ങനെ എടുത്ത് നോക്കുന്നതൊക്കെ എനിക്ക് പ്രത്യേകം ഇഷ്ടമാണ് കേട്ടോ. ഓരോരോ ബോട്ടിലിൻ്റെ വിലയൊക്കെ ഞാനിങ്ങനെ എടുത്ത് നോക്കുമായിരുന്നു. അപ്പോൾ റേറ്റ് വലിപ്പം കൂടുന്നതിനനുസരിച്ച് റേറ്റും കൂടുതലായിരുന്നു കേട്ടോ. അവസാനം ഞാൻ ആ ഒരു ബോട്ടിൽ തന്നെ ഫിക്സ് ചെയ്തു. എനിക്കത് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ബോട്ടിലിൻ്റെ ഭംഗി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സിമ്പിളാണ്. അപ്പോൾ എനിക്കത് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ അതങ്ങ് എടുത്തേറ്റ അവസാനം. എന്നിട്ട് ഞാൻ പിന്നെയും വേറെ ഉണ്ടോ എന്നൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. കുറേ ബോക്സുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊച്ചിന് ഒരെണ്ണം മേടിക്കണം കേട്ടോ. സ്കൂൾ തുറക്കുമ്പോഴേ അവൾക്കായിട്ടോ മേടിക്കാനായിട്ട് വരുന്നുള്ളൂ. ഇപ്പോഴേ മേടിക്കേണ്ട കാര്യമില്ലല്ലോ, ഇനിയും ടൈമുണ്ട്. പിന്നെ അപ്പോൾ അടുത്ത് ഞാൻ വേറൊരെണ്ണം കണ്ടു. അത് നമ്മുടെ സ്റ്റീലിൻ്റെ വരുന്ന കേട്ടോ. അതിനൊക്കെ നല്ല വിലയുള്ള ഇതാണ്, ബോട്ടിലാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നത്, നമ്മളെങ്ങോട്ടും പോകുന്നില്ലല്ലോ. അപ്പോൾ അത് മതിയെന്ന് ഓർത്ത് പിന്നെ ഞാനൊരു ബുക്ക് നോക്കുന്നുണ്ട്. എനിക്ക് വരയിട്ട ബുക്കിനേക്കാളും എനിക്കിഷ്ടം വരയിടാത്ത ബുക്കാണ് കേട്ടോ. വരയിട്ട ബുക്ക് നമുക്ക് നേരെ എഴുതാമെങ്കിലും എനിക്ക് വരയിടാത്ത ബുക്കിൽ എഴുതുന്നതാണ് കേട്ടോ കൂടുതലിഷ്ടം. പിന്നെ ഞാനത് വരയിടാത്ത ബുക്ക് എടുത്തു. ഇനിയിപ്പോൾ ശനിയാഴ്ച തൊട്ട് എനിക്ക് പ്രാക്ടിക്കൽ തുടങ്ങും. അപ്പോഴത്തേനും പോകാൻ വേണ്ടിയിട്ട് ഒരു ബുക്കൊക്കെ വേണമല്ലോ. അപ്പോൾ ഒരു ബുക്ക് എടുത്തു കേട്ടോന്നേ. പിന്നെ അപ്പോഴത്തേനും ചേട്ടായി എവിടെ ഏതാണ്ടൊക്കെ മേടിക്കാനുള്ള പരിപാടിക്ക് കുഞ്ഞാപ്പി ഏതാണ്ട് വേണമെന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ക്യൂടെക്സും എടുത്തു. പിന്നെ ഒരു വളയും എടുത്തു. പിന്നെ ഞാൻ അവൾക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചപ്പോൾ അവൾ വേണ്ടതാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അവസാനം ഒരു കളറിംഗ് ബുക്ക് മേടിച്ചു, ഡോറ ബുജിയുടെ കളറിംഗ് ബുക്ക് മേടിച്ചു. പിന്നെ അവിടെ ഒരു കോഴിക്കുഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. ചെറുപ്പത്തിലൊക്കെ മേടിച്ചു കൊടുക്കുന്ന സാധനമായിരുന്നു. ചെറുപ്പത്തിൽ ഇവർക്ക് ഉണ്ടായിരുന്നു കേട്ടോ കോഴിക്കുഞ്ഞൊക്കെ. പിന്നെ ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ പിള്ളേരുടെ ഐറ്റംസിനോട് എനിക്ക് ഭയങ്കര ക്രേസാണ്. പിന്നെ ഓരോന്നൊക്കെ കാണാൻ ആ കടയിലെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട് ആ കടയിൽ. ഞങ്ങൾ മിക്കപ്പോഴും കയറുന്ന കടയാണ് കേട്ടോ. ഒരു കമ്മൽ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ എനിക്ക് കമ്മൽ അവിടെ അങ്ങ് അത്ര പിടിച്ചില്ല. ഞാൻ അവിടെ നിന്നാണ് എപ്പോഴും കമ്മൽ മേടിക്കുന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പ് അവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്മൽ മേടിച്ചില്ല. പിന്നെ അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്തൊരു സെൻറ്ററിലോട്ട് വന്നു കേട്ടോ. ഇനി ഇവിടെ എന്തായിരിക്കും ആൾ കാണുമോ എന്നൊന്നും അറിയത്തില്ല.
പിന്നെ അവൾ അവിടെ നിന്ന് ഒരു ബബിൾസ് മേടിച്ചായിരുന്നു കേട്ടോ. അവൾ കളറിംഗ് ബുക്കും ബബിൾസുമാണ് കേട്ടോ അവൾ എടുത്തത്. അപ്പോൾ അതിൽ ഊതാനൊന്നും അറിയത്തില്ല, ചെറുതായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ മേടിച്ച് കൊടുത്തു. പിന്നെ ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. പക്ഷെ അവിടെ നിന്ന് സെറ്റായില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഗൈസ്. ഞാൻ ഓർത്തു നമ്മുടെ കൊപ്രാക്കളത്ത് തന്നെ ഒരു സെൻറ്ററുണ്ട്, എന്നാൽ അവിടെ തന്നെ പോകാമെന്ന് ഓർത്തു. അവിടേക്ക് തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ഇവിടെ ഇടയിൽ രാവിലെ ഒന്ന് വന്നിട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോൾ വന്നപ്പം തിരക്കുണ്ടായിരുന്നു, എന്നാലും ഞങ്ങളുടെ പെട്ടെന്ന് ചെയ്തൊക്കെ തരാമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ മിക്കപ്പോഴും വരുന്നതായതുകൊണ്ട് ഇവിടുത്തെ ചേച്ചിക്കൊക്കെ എന്നെ നല്ല പരിചയമാണ് കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇരിക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞേ. അപ്പോഴത്തേനും ഇവിടെ വന്നൊന്ന് സെറ്റായപ്പോഴേ ഏട്ടയുടെ മുഖം ഒന്ന് തെളിഞ്ഞത് കേട്ടോ. ഇവിടെ വന്ന് എല്ലാം ഒന്ന് ഓക്കെ ആയി എത്തപ്പോൾ തന്നെ ഏട്ടയുടെ മുഖം ഓക്കെ ആയി. കാരണം എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ട് നടന്നില്ലെങ്കിൽ ചേട്ടായിക്ക് ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഓഫ് എടുത്തിരുന്നിട്ട് നടക്കാതിരുന്നപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നോട്ട്. കുറേ നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും മഴയൊക്കെ പെയ്തു കേട്ടോ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കട്ട പോസ്റ്റായി. അപ്പോഴത്തേനും കുഞ്ഞാപ്പി ഡാൻസൊക്കെ തുടങ്ങി അവിടെ നിന്നുകൊണ്ട്. അവളുടെ സ്കൂളിൽ ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ കുടയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ വണ്ടിക്കല്ലേ വന്നത്. അപ്പോഴത്തേനും അവളുടെ കയ്യിൽ തലയിരുന്ന ഹെയർ ബാൻഡൊക്കെ അവൾ എൻ്റെ തലയിൽ വെച്ചിട്ട് ഭയങ്കര പോസിങ്ങൊക്കെ ആയിരുന്നു, ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഇന്നിങ്ങനെ കടന്നുപോയി. കുഴപ്പമില്ലാത്തൊരു ദിവസമായിരുന്നു. പിന്നെ ഞങ്ങളുടെ സ്ഥിരം കടയിൽ വന്ന് ഞങ്ങൾ ചായയും സമൂസയും പപ്സും, ചേട്ടായി പപ്സ് കഴിച്ചു, അവൾ സമൂസ കഴിച്ചു, ഞാനൊരു ഉഴുന്നുവട കഴിച്ചു. പിന്നെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ചെയ്യാം കേട്ടോ.